എനിക്ക് ഫസ്റ്റ് ഇയറിൽ കിട്ടിയ റൂംമേറ്റ് വന്നിട്ട് ഞാനൊരു 6 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്ന ടൈപ്പായിരുന്നു ആ ഒരു ടൈമിൽ. ആള് ആ ഒരു ടൈമിലാണ് റൂമിലോട്ട് വരിക. അപ്പോൾ ആളുടെ നോക്കിങ് കേട്ടായിരുന്നു ഞാൻ. നൈറ്റ് ഔട്ട്സും. അതെ അതെ അതെ. അപ്പോൾ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു. ഇപ്പം IIT റൂർക്കി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഓൾഡസ്റ്റ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി കൺട്രി. എൻ്റെ 17-ാം വയസ്സ് വരെ നാട്ടിൻപുറത്ത് ജീവിച്ച് വളർന്നൊരു കുട്ടിയായിരുന്നു. നേരെ മറിച്ച് IIT റൂർക്കിയിൽ എത്തുന്ന സമയത്ത് അത് വളരെ വലിയ കൾച്ചറൽ എക്സ്പോഷർ ആയിരുന്നു. നമ്മുടെ സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പേപ്പർ ടഫാണെങ്കിൽ കൂടിയിട്ട് ആ ഒരു കോൺഫിഡൻസ് പോകാതിരിക്കുക. മെയിനായിട്ട് ആസ്പിറൻസിനോട് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം ഫൈൻഡ് യുവർ മോട്ടിവേഷൻ. അത് ആദ്യത്തിൻ്റെ കേസിൽ അതൊരു ജെനുവിൻ പാഷൻ ഫോർ ഫിസിക്സ് ആയിരുന്നു. ആൻഡ് ദാറ്റ് കെപ്റ്റ് ഹിം ഗോയിങ്. അത് നമ്മൾ സ്ഥിരമായിട്ട് ചാറ്റിലൊക്കെ കാണുന്നൊരു പേരായിരുന്നു ആദ്യത്തെ. എല്ലാ ക്ലാസ്സുകളും മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്തായാലും ആദ്യത്തിന് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ എക്സ്പ്ലോർ ചെയ്യും. എന്താ വേണ്ടത്? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകണോ, അതോ ഡാറ്റ സയൻറ്റിസ്റ്റ് ആകണോ, പ്രൊഡക്റ്റ് മാനേജർ ആകണോ, അല്ലെങ്കിൽ ഇപ്പോൾ റിസർച്ചിന് പോകണോ, അല്ലെങ്കിൽ അക്കാഡമിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോ, ആ ഒരു രീതിയിൽ എക്സ്പ്ലോർ ചെയ്യും. സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങണോ. അപ്പോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നൊരു ഫേസാണ്. ഞാൻ ഉത്തരാഖണ്ഡിൽ പോയ സമയത്താണ് അവിടുത്തെ വില്ലേജസിൽ നല്ല, അതായത് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളം കിട്ടാത്ത അവസ്ഥ, സ്കൂളുകൾ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാത്ത അവസ്ഥ. +2 അല്ലെങ്കിൽ ഒരു +1 ലാസ്റ്റ് കോവിഡ് വന്നു. ആ ഒരു ടൈമിൽ എല്ലാവരും ഒന്ന് പതറി, അതായത് ഇനി എങ്ങനെ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നുള്ള രീതിയിൽ. അപ്പോൾ സ്കൂൾസ് ആയാലും ശരി, അത്രത്തോളം ക്വാളിറ്റി ടീച്ചിങ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന പഠിക്കാനുള്ള ഒരു ആശയം PC തോമസ് ക്ലാസ്സസ് ആയിരുന്നു. All science is either physics or stamp collecting. ഇത് പറഞ്ഞത് ഞാനല്ല, നോബൽ ലോറേറ്റ് ഏർണസ്റ്റ് റൂദർഫോർഡിൻ്റെ വാക്കുകളാണ്. And this sentiment resonates with our guest today. We are joined by Adit VR. He has completed his BTech in Engineering Physics from IIT Roorkee and also recently did his internship at Tata Institute of Fundamental Research, Mumbai, and is currently pursuing to join TIFR as a research fellow. Let me welcome Adit to this show. So this is a show where we celebrate young achievers in the field of engineering and medicine. I'm Thomas Johnson, Academic Director at Professor P. Thomas and Chaitanya Classes. So ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിൽ we will be discussing engineering physics ബ്രാഞ്ചിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ബിക്കോസ് ഇറ്റ് ഈസ് ഒരു അത്രയും പോപ്പുലർ ഒരു ബ്രാഞ്ച് അല്ല എമംഗ് ആസ്പിറൻസ് വെൻ കമ്പയർഡ് ടു ദി കൺവെൻഷണൽ ബ്രാഞ്ചസ്, അല്ലെങ്കിൽ കോർ ബ്രാഞ്ചസ് എന്ന് നമ്മൾ പറയുന്ന ബ്രാഞ്ചസ് വെച്ച് നോക്കുമ്പോൾ എഞ്ചിനീയറിംഗ് ഫിസിക്സ് അത്രയും ഒരു സോട്ട് ആഫ്റ്റർ ബ്രാഞ്ച് അല്ല. വാട്ട് ക്യാൻ ബി ദ റീസൺസ്? ആൻഡ് we will also be discussing the opportunities that a student gets after pursuing engineering physics. We'll also be discussing engineering physics in a curriculum endana, and also we will ask about his JEE preparation days because most of our viewers will be future JEE aspirants. So Adit, once again welcome. നമുക്ക് പറഞ്ഞ പോലെ നമുക്കിത് തന്നെ തുടങ്ങാം. എഞ്ചിനീയറിംഗ് ഫിസിക്സ് ബ്രാഞ്ചിനെ പറ്റി ഒന്ന് പറയാം. കാരണം അതത്ര ഒരു, ഞാൻ പറഞ്ഞ പോലെ ഒരു സോർട്ട് ആഫ്റ്റർ ബ്രാഞ്ച് അല്ല, എന്നാൽ അതേസമയം അതൊരു ഡിഫറെൻറ്റ് ബ്രാഞ്ചാണ്. കാരണം അത് ഓപ്പൺ ചെയ്യുന്നതും വളരെ ഹൈ റാങ്ക്സിൽ ഓപ്പൺ ചെയ്യും. ഒരു ഡൈവേഴ്സ് സ്പെക്ട്രം ഓഫ് റാങ്കേഴ്സ് ആണ് ഈ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ബ്രാഞ്ച് ചൂസ് ചെയ്യുന്നത്. ഈവൻ എൻ്റെ ടൈമിലാണെങ്കിലും ഐ റിമെമ്പർ എഞ്ചിനീയറിംഗ് ഫിസിക്സിൻ്റെ ആ ഒരു സ്പെക്ട്രം എന്ന് പറയുന്നത് വൈഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. വളരെ ഹൈ ആയിട്ടുള്ള റാങ്കേഴ്സും ചൂസ് ചെയ്യും. അപ്പം ആ ഒരു ഇതിനെപ്പറ്റി, ആൻഡ് ഓൾസോ ഇഫ് യു ക്യാൻ എലാബറേറ്റ് ഓൺ ഓപ്പർച്യൂണിറ്റീസ്, റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് മാത്രമാണോ ഉള്ളത്, അതോ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ് നമുക്ക് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ബ്രാഞ്ചിൽ ഉള്ളത്? ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഫിസിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ ക്ലാസ്സസ് തന്നെയാണ് ഓർക്കുക. കാരണം അന്ന് കോവിഡിൻ്റെ ടൈമിൽ JEE മീൻസ് കഴിഞ്ഞ ഉടനെ സാറ് ഇവിടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് കിട്ടി. അപ്പോൾ അതിൽ ഒരാളാണ് അഭിനവാണ് ആക്ച്വലി എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്നുള്ള ബ്രാഞ്ച് എനിക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിക്ക് ആ ഒരു പോയിന്റ് വരെ IISc BS ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെയാണ് മനസ്സിലായത് ഓക്കെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്നുള്ളൊരു കോഴ്സ് IITs ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എഞ്ചിനീയറിംഗുമാണ്, അതിനൊപ്പം തന്നെ നമുക്ക് ഫിസിക്സും പെർസ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ BSം BTechും എടുത്തു എന്ന് വെച്ചാൽ BTech കുറച്ചുകൂടി എംപ്ലോയബിലിറ്റി കൂടുതലായിട്ടുള്ളൊരു ബ്രാഞ്ചാണ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ആയതുകൊണ്ട്. സോ ആ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്നുള്ള ഒരു ബ്രാഞ്ച് എടുത്തത്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഫിസിക്സിൽ ഇപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പെക്ട്രം ഓഫ് പീപ്പിൾ വരാറുണ്ട്. അതായത് വളരെ റാങ്ക് കൂടിയ കുട്ടികൾ തൊട്ട് അത്രത്തോളം റാങ്ക് ഇല്ലാത്തവരോട് വരുന്നൊരു ബ്രാഞ്ചാണ് എഞ്ചിനീയറിംഗ് ഫിസിക്സ്. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എടുക്കുകയാണെങ്കിൽ പല പല ആശയങ്ങൾ അല്ലെങ്കിൽ പല പല ആഗ്രഹങ്ങളോട് കൂടി ക്യാമ്പസിലേക്ക് എത്തുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് മെയിനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ
പൊതുവേ നമ്മൾ പൊതുവേ എന്നല്ല ജെയ് മെയിൻസിൽ നമ്മൾ പഠിക്കുന്ന ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ്. അപ്പോൾ ഫിസിക്സ് എടുക്കണമെങ്കിൽ ഒരാൾക്ക് മാത്സിലും ഫിസിക്സിലും ഒരുപോലെ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ആ ഒരു ഇൻട്രസ്റ്റ് ചിലവർക്ക് ഒരു ജോബ് കിട്ടി സെറ്റിൽ ആകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അവരാണ് മെയിനായിട്ട് കോർ ബ്രാഞ്ചസ് ചൂസ് ചെയ്യാറ്. നേരെ മറിച്ച് അതിലുപരി എനിക്ക് ഫിസിക്സ് ആണ് പഠിക്കേണ്ടത്, ഇല്ലെങ്കിൽ എനിക്ക് ഒരു ഫീൽഡിൽ റിസർച്ച് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ആലോചിക്കുന്നവരും ഈ ഒരു ബ്രാഞ്ചിലേക്ക് വരാറുണ്ട്. വേറൊരു കാര്യം നോട്ടീസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ IIT പൊതുവെ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് പ്ലേസ്മെന്റ് ആണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് ഫിസിക്സിന്റെ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ചില കമ്പനീസ് ഇപ്പോൾ ഇലക്ട്രോണിക്സിന് ഓപ്പൺ ചെയ്യുന്ന കമ്പനീസ് ആയാലും ഇലക്ട്രിക്കലിന് ഓപ്പണിംഗ് ആയിട്ടുള്ള കമ്പനീസ് ആയാലും അത് EPH അതായത് എഞ്ചിനീയറിംഗ് ഫിസിക്സിന് കൂടി ഓപ്പൺ ചെയ്യാറുണ്ട്. നമ്മൾ അതിന്റെ കോർ സബ്ജക്ട്സ് കുറേ പഠിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ട്രെൻഡ് കാണുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഇപ്പോൾ മെക്കാനിക്കലോ സിവിലിനെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി അപ്പർ ഹാൻഡ് ഉണ്ട്. നേരെ മറിച്ച് ഇപ്പോൾ മെക്കാനിക്കലിന്റെയോ സിവിലിന്റെയോ കോർ ബ്രാഞ്ചസ് വരുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് ഫിസിക്സിന് ചിലപ്പോൾ ഓപ്പൺ ചെയ്യണമെന്നുമില്ല. ഇലക്ട്രോണിക്സ് കോറിലേക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇൻ കേസ് ഇലക്ട്രോണിക്സ് കിട്ടുന്നില്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എടുക്കാവുന്നതാണെന്ന് ഞാൻ ചിലപ്പോൾ സജസ്റ്റ് ചെയ്യും. കാരണം IITs ആയതുകൊണ്ട് തന്നെ മൈനറിന്റെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഇയറിൽ ബ്രാഞ്ച് ചേഞ്ചസിന്റെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അല്ല, അതൊരു നല്ലൊരു പോയിന്റ് ആണ്. കാരണം നമ്മൾ പറയുമ്പോൾ ഈ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറയുന്നത് നമ്മുടെ യൂഷ്വൽ BSMS ഫിസിക്സ് പോലെയല്ല. BSMS ഫിസിക്സ് പ്രോഗ്രാം തന്നെ വളരെ റയറായിട്ട് നമുക്ക് IIT മദ്രാസിലും പിന്നെ BS ഫിസിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ IIT കാൺപൂരിലും ഉണ്ട്. പക്ഷെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ആ രീതിയിലാണ് അത് കരിക്കുലമൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പറഞ്ഞ പോലെ അതിനകത്ത് നമുക്ക് മൈക്രോ ഇലക്ട്രോണിക്സും അല്ലെ ഇലക്ട്രിക്കൽ ഇതിന്റെ ആപ്ലിക്കേഷൻസും അത്യാവശ്യം അതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അത് പറയുന്നതോടൊപ്പം കരിക്കുലം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു ഇത് വരുന്നത്? ഈ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് നിങ്ങൾ അല്ലാത്ത ഈ നമ്മളിപ്പം കോർ ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സും ഇലക്ട്രോ മാഗ്നറ്റിസവും സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സും ഇതൊക്കെ അല്ലാതെ നമ്മൾ എന്താണ് വേറെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിന് ഇലക്ട്രിക്കലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കോഴ്സുകളും കാര്യങ്ങളാണ് നമ്മൾ ഒരു സെക്കൻഡ് ഇയർ തൊട്ടൊക്കെ എന്തൊക്കെ? ഓക്കെ, ആക്ച്വലി സെക്കൻഡ് ഇയർ നമ്മൾ ഫിസിക്സിന്റെ കോഴ്സാണ് കൂടുതൽ പഠിക്കാറ്. പിന്നെ ഫസ്റ്റ് ഇയർ മെജോറിറ്റി ഓഫ് അതായത് ഏകദേശം എല്ലാവർക്കും സെയിം ടൈപ്പ് അത് എല്ലാ ഇതിലും കോമൺ ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ് അടക്കം. അതെ. തേർഡ് ഇയർ തൊട്ടാണ് ഒരു ഡിഫറൻസ്. സെക്കൻഡ് ഇയറിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. തേർഡ് ഇയറിൽ പിന്നെ നമുക്ക് മറ്റേ ഇൻസ്ട്രുമെന്റേഷൻ, മൈക്രോ കൺട്രോളർ ഇങ്ങനെയുള്ള കോഴ്സസ് തേർഡ് ഇയറിൽ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന കോഴ്സസ് ആലോചിക്കുകയാണെങ്കിൽ ലേസർ ആൻഡ് ഫോട്ടോണിക്സ് അങ്ങനെ കുറച്ച്. പക്ഷെ അത്രത്തോളം ഇലക്ട്രോണിക്സ് ആണോ ചോദിച്ചാൽ അല്ല. പക്ഷെ നമുക്ക് അതിന്റെ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. പിന്നെ അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് രണ്ട് ബ്രാഞ്ചസിനും ഒരുപോലെ ഉള്ള ഒരു കോഴ്സാണ്. അത്ര ഡീപ്പായിട്ട് പോകുന്നില്ലെങ്കിൽ കൂടിയിട്ട് നമുക്ക് ഒരു ടച്ച് കിട്ടുന്നുണ്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ കുറച്ചുകൂടെ ഒരു എക്സ്പെരിമെന്റൽ സൈഡ് അല്ലേ, ലാബ് വർക്കും എങ്ങനെയാണ്? അതെ. ലാബ് വർക്ക് അത്യാവശ്യം നമുക്ക് എല്ലാ സെമസ്റ്ററിലും 2 ലാബുകളോളം വരാറുണ്ട്. കൂടുതൽ ലാബ് വർക്കിൽ നമ്മൾ തിയറി എന്താണോ പഠിച്ചത് ഇപ്പോൾ അത് തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഓപ്പൺ എൻഡഡ് എക്സ്പെരിമെന്റ്സ് ആണോ കൂടുതലും? അങ്ങനെ ഉണ്ടോ? ഓപ്പൺ എൻഡഡ് എക്സ്പെരിമെന്റ്സ് ആണോ എന്ന് ചോദിച്ചാൽ എന്റെ തേർഡ് ഇയറിലായിരിക്കുന്ന സമയത്ത് ജോയിൻ ചെയ്ത ജൂനിയേഴ്സിന് ആയിട്ടാണ് സിലബസ് അപ്ഡേറ്റ് ചെയ്ത്. ഞങ്ങൾ 5th ബാച്ച് ആണ്, ആക്ച്വലി 5th or 6th ബാച്ച് ആണ്. അപ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയ അതേ സിലബസ് ആയിരുന്നു ഞങ്ങൾ ഫോളോ ചെയ്ത്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള രീതിയിൽ എക്സ്പെരിമെന്റ്സ് ഉണ്ടായിരുന്നില്ല. കമ്മിങ് ടു IIT റൂർക്കി അവിടുത്തെ ഒരു ലൈഫ് ആൻഡ് കൾച്ചർ. അപ്പം IIT റൂർക്കി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഓൾഡസ്റ്റ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി കൺട്രി. അത് 1847 സ്റ്റാർട്ട് ചെയ്ത അത്രയും ഒരു ലെഗസി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് റൂർക്കി എന്ന് പറയുന്ന സ്ഥലം. ദ ഫുട് ഹിൽസ് ഓഫ് ഹിമാലയ അല്ലെ. അപ്പം അവിടുത്തെ ഒരു ലൈഫ് ആൻഡ് എക്സ്പീരിയൻസ്, ആ ഒരു കൾച്ചർ, അതിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ IIT റൂർക്കി ഞാൻ 17 അതായത് എൻ്റെ 17-ാം വയസ്സ് വരെ നാട്ടിൻപുറത്ത് ജീവിച്ച് വളർന്നൊരു കുട്ടിയായിരുന്നു. നേരെ മറിച്ച് IIT റൂർക്കിയിൽ എത്തുന്ന സമയത്ത് അത് വളരെ വലിയ കൾച്ചറൽ എക്സ്പോഷർ ആയിരുന്നു. പല ഭാഗത്തുനിന്ന്, രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്നുള്ള കുട്ടികൾ, പല പല ഭാഷ സംസാരിക്കുന്നവർ, ഫുഡ് ഡിഫറെന്റ് ആണ്. അപ്പോൾ എല്ലാം ഡിഫറെന്റ് ആണ്. എനിക്ക് ഹോം സിക്നെസ് ഇനീഷ്യലി ഉണ്ടായില്ല, ലേറ്റർ പാർട്ടിൽ ചെറുതായിട്ടുണ്ടായിരുന്നു. IIT ലൈഫ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പല ഭാഗത്തു നിന്നുള്ള കുട്ടികളാണ്. മിനി ഇന്ത്യ എന്നാണല്ലോ നമ്മൾ പറയാ. അതെ. അപ്പോൾ എന്റെ ക്ലാസ്സിൽ കൂടുതലും ആന്ധ്രയിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിലും പറയുമ്പോൾ ഒരു മിനി ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. അതെ, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയ ഇപ്പോൾ രാജസ്ഥാനും ആന്ധ്രാപ്രദേശും എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് 2 സ്ഥലത്തു നിന്നുള്ള കുട്ടികളുടെ കൗണ്ട് കുറച്ച് കൂടുതലാണെങ്കിൽ കൂടിയിട്ട് എല്ലാവിടെ നിന്നും കുട്ടികൾ ഉണ്ടായിരുന്നു. അതായത് പലതരത്തിലുള്ള കുട്ടികളാണ്.
പല രീതിയിൽ പഠിക്കുന്ന കുട്ടികളാണ്, പല രീതിയിൽ ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്ന കുട്ടികളാണ്. ചിലവർ നേരത്തെ എഴുന്നേൽക്കുന്നവരാണ്, ചിലവർ നേരം വൈകി. ചില സമയത്ത്, അതായത് എനിക്ക് ഫസ്റ്റ് ഇയറിൽ കിട്ടിയ റൂംമേറ്റ് വന്നിട്ട് ഞാനൊരു 6 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്ന ടൈപ്പായിരുന്നു. ആ ഒരു ടൈമിൽ ആള് ആ ഒരു ടൈമിലാണ് റൂമിലോട്ട് വരിക. അപ്പോൾ ആളുടെ നോക്കിങ് കേട്ടായിരുന്നു ഞാൻ. നൈറ്റ് ഔട്ട്സും. അതെ. അപ്പോൾ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു. പിന്നെ IIT ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, IIT എല്ലാ കാര്യത്തിനും ഉള്ള ഓപ്പർച്യൂണിറ്റീസ് തരും, പക്ഷേ ടൈം എല്ലാവർക്കും 24 hours മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായാലും ശരി, കൾച്ചറൽ ആക്ടിവിറ്റീസ് ആയാലും ശരി, ആർട്ട്, മ്യൂസിക്, സ്പോർട്സ് ആയാലും ശരി, എല്ലാത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, പക്ഷേ നമുക്ക് ഉള്ള ടൈം സെയിം ആണല്ലോ. പിന്നെ ഒപ്പം നമ്മുടെ അക്കാഡമിക്സും കൂടെ കൊണ്ടുപോകണം. ഏതെങ്കിലും ക്ലബിലുണ്ടായിരുന്നു? ഞാൻ IIT റൂർക്കിയിൽ 2-3 ക്ലബ്ബുകളിലുണ്ടായിരുന്നു. ഫസ്റ്റ് ആദ്യമായിട്ട് എനിക്ക് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ പറ്റിയത് ഉന്നത് ഭാരത് അഭിയാൻ എന്നുള്ളൊരു ക്ലബ്ബായിരുന്നു. അത് എനിക്ക് പൊതുവെ ഞാനൊരു ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ അവസ്ഥകൾ എനിക്ക് അറിയാം. അപ്പോൾ ഒരു ഇംപ്രൂവ്മെന്റ് എപ്പോഴും ആഗ്രഹിച്ച ഒരു എന്താ പറയുക, ആ ഒരു ആഗ്രഹം എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഉന്നത് ഭാരത് അഭിയാന്റെ ഗോൾ വന്നിട്ട് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ വില്ലേജസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർ സഫർ ചെയ്യുന്ന പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുക. ഞാൻ അതാണ് ആക്ച്വലി കുറെ കൂടി എൻ്റെ ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട് വരുന്നത്. നമ്മൾ ഇപ്പോൾ കേരളത്തിൽ നമുക്ക് എക്കണോമിക് ഡിസ്പാരിറ്റി വളരെ കുറവാണ് ആസ് കമ്പയർ ടു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇപ്പോൾ നേരെ മറിച്ച് ഞാൻ ഉത്തരാഖണ്ഡിൽ പോയ സമയത്താണ് അവിടുത്തെ വില്ലേജസിൽ നല്ല, അതായത് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളം കിട്ടാത്ത അവസ്ഥ, സ്കൂളുകൾ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാത്ത അവസ്ഥ, ഈ കാര്യങ്ങളൊക്കെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. അപ്പോൾ ബേസിക്കലി ഉന്നത് ഭാരത് അഭിയാന്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിസിറ്റ് ചെയ്തിട്ട് അവർ ഓരോ ഇനീഷ്യേറ്റീവ്സ് സ്റ്റാർട്ട് ചെയ്യും, അതിനെ വൃത്തിയായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് വാട്ടർ ഫിൽട്ടർ ആയിരുന്നു. പിന്നെ ഫാർമേഴ്സിന് മാനുവർ, സീഡ്സ്, ആ ഒരു കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിക്കുക. പിന്നെ SHG, അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് വുമൻസിന് ഓരോ പുതിയ, ഇപ്പോൾ കാൻഡിൽസ് ആയാലും അല്ലെങ്കിൽ ചെറിയ വിളക്കുകളായാലും ആ ഒരു രീതിയിൽ അവരിനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് മെയിനായിട്ടുള്ള മാർക്കറ്റ് വന്നിട്ട് നമ്മുടെ റൂർക്കി ക്യാമ്പസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇൻവോൾവ് ആകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അടുത്ത ക്ലബ്ബ് വന്നിട്ട് ഫിസിക്സ് ആൻഡ് ആസ്ട്രോണമി ക്ലബ്. അപ്പോൾ ഫിസിക്സിലുള്ള ഒരു ഇൻട്രസ്റ്റ് തന്നെയാണ് അതിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഞങ്ങൾ പല ടൈപ്പ് ഓഫ് കോമ്പറ്റീഷൻസ് ക്യാമ്പസിലെ സ്റ്റുഡൻസിന് വേണ്ടി നടത്താറുണ്ട്. പിന്നെ അതുമാത്രമല്ല ലെക്ചർ സീരീസ്, ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലേസ്മെന്റ് ആൻഡ് ഇന്റേൺഷിപ്സ് എല്ലാം ഉണ്ടായിരുന്നു, ജസ്റ്റ് എങ്ങനെയാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് സാൻസ്ക്രിറ്റ് ലാംഗ്വേജിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു താല്പര്യത്തിന്റെ പുറകിൽ സാൻസ്ക്രിറ്റ് ക്ലബിലും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഇത്രയും ക്ലബുകളാണ് ഉണ്ടായിരുന്നു. Let us discuss the main thing, അതായത് about JEE preparation time. കാരണം most of our listeners will be future JEE aspirants. അപ്പോൾ എങ്ങനെയായിരുന്നു ആദ്യത്തിന്റെ ഒരു പ്രിപ്പറേഷൻ? നമുക്കറിയാം 2019-21 ടൈം എന്ന് പറയുമ്പോൾ ഫുൾ കോവിഡിന്റെ ലോക്ക്ഡൌണും കാര്യങ്ങളായിരുന്നു. ആദ്യത്തെ നമ്മുടെ ഹോളിഡേ വെക്കേഷൻ ബാച്ചിലായിരുന്നു. പക്ഷെ കൂടുതൽ ക്ലാസ്സുകളും ഓൺലൈനായിട്ടാണ് അറ്റൻഡ് ചെയ്തത്. ഒരു ലാസ്റ്റ് ക്രാഷിന്റെ ഒരു ടൈമിലാണ് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയായിരുന്നു ആദ്യത്തിന്റെ ഒരു പ്രിപ്പറേഷൻ? പിന്നെ എങ്ങനെയാണ് ആദ്യത്തെ ത്രൂ ഔട്ട് ദി ജേർണി എങ്ങനെയാണ് യു സ്റ്റേഡ് മോട്ടിവേറ്റഡ്? ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് +1 ആ ഒരു തുടക്കം തൊട്ട് പറയണം. +1 സൺഡേ ബാച്ച് ആയിട്ടായിരുന്നു. ലോക്ക്ഡൌണിന് മുമ്പ് ആക്ച്വലി സൺഡേ ബാച്ച് ആയിട്ടായിരുന്നു. അപ്പോൾ സൺഡേ ബാച്ചാണ്, നമ്മൾ വീക്കെൻഡ്സിൽ വരുന്നു. അത്ര ഇന്റൻസ് ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ആ ഒരു ടൈമിൽ ചെയ്യാനുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ കുറേ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. നേരെ മറിച്ച് കോവിഡ് വന്നപ്പോൾ എന്തെങ്കിലും പരിപാടികൾ നടക്കുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം നാട്ടിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് അവിടേക്കും ഇവിടേക്കും പോകുമായിരുന്നു. നേരെ മറിച്ച് +2 അല്ലെങ്കിൽ ഒരു +1 ലാസ്റ്റ് കോവിഡ് വന്നു. ആ ഒരു ടൈമിൽ എല്ലാവരും ഒന്ന് പതറി, അതായത് ഇനി എങ്ങനെ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നുള്ള രീതിയിൽ. അപ്പോൾ സ്കൂൾസ് ആയാലും ശരി, അത്രത്തോളം ക്വാളിറ്റി ടീച്ചിങ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന പഠിക്കാനുള്ള ഒരു ആശയം PC തോമസ് ക്ലാസ്സസ് ആയിരുന്നു. ആദ്യം വെബെക്സിലായിരുന്നു തോന്നുന്നു ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ നല്ല ക്ലാസ്സസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ടൈമിൽ ആകെ ഫോക്കസ് ചെയ്യാൻ ഒന്നേ ഉണ്ടായിരുന്നു. വെബെക്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ആ ഇനീഷ്യൽ ഡേയ്സ് എനിക്കും വളരെ ഓർമ്മയില്ല. കാരണം നമ്മളത് ഓർഗനൈസ് ചെയ്യുമ്പോഴും, ഈവൻ ഞാൻ ആദ്യത്തിനെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ നമ്മളത് ഈ മീറ്റിംഗ്സ് ഓർഗനൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് ചാറ്റിലും ഇതിലൊക്കെ കാണുന്നൊരു പേരായിരുന്നു ആദ്യത്തെ. അത്രയും റെഗുലർ ആയിട്ട് എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുകയും അതിനകത്ത് എല്ലാ ഡൗട്ട്സും എല്ലാം ചാറ്റിൽ അത്ര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ്. എല്ലാ ക്ലാസ്സുകളും മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിന്റെ ഒരു ഔട്ട്പുട്ട് എന്തായാലും ആദ്യത്തിന് വന്നിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് കുറെ എക്സ്ട്രാ ക്ലാസ്സുകൾ നടത്തുമായിരുന്നു. KVPY ഉണ്ടായിരുന്നു ആ സമയത്ത്. KVPY എനിക്കൊന്ന് ആ ഇയർ ആണെന്ന് തോന്നുന്നു അത് നിർത്തിയത്. അപ്പൊ KVPYയുടെ ക്ലാസ്സസ് എല്ലാം ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അഡ്വാൻസിന് വേണ്ടി നമ്മൾ കുറെ സെഷൻസ് നടത്തി.
നടത്തിയിരുന്നു. അപ്പൊ അതിനകത്തൊക്കെ ആദിത്യന്റെ ആ സാന്നിധ്യം എനിക്ക് ഇപ്പോഴും ചാറ്റിലും ആ പേര് അല്ലെ അത്രയും നന്നായിട്ട് ആദിത്യ അതൊക്കെ അന്ന് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ഡിസ്ട്രാക്റ്റഡ് ആയി പോകാൻ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. സോഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പുറത്തൊന്നും ഇല്ല, ആകെ ക്ലാസ്സസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അത് മാത്രമല്ല, അന്ന് മാത്സ് എടുത്ത് എനിക്ക് സാറുടെ പേര് ഇപ്പോൾ ഓർമ്മയില്ല. സാറ് ഒരു ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി, അതായത് ഒരു ടഫ് ആയിട്ടുള്ള പേപ്പർ ആണെങ്കിൽ 50% മാർക്ക് കിട്ടുകയാണെങ്കിൽ 99% കിട്ടുന്നു. അപ്പോൾ അതെനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. കാരണം ആ ഒരു ടൈമിൽ 50%, അതായത് 300-ൽ 150 മാർക്ക് കിട്ടിയാൽ നമുക്ക് 99% കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായി. അപ്പോൾ 150 മാർക്കല്ലേ ഉള്ളൂ, എനിക്ക് അതിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം വന്നു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ വീക്കെൻഡ്സ് നടത്താറുണ്ടായിരുന്നു. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ വളരെ പ്രയോജനപ്പെട്ടു. ഒരു 100-100 എഴുതിയിട്ടുണ്ടാവും. ആദ്യത്തെ 150 അല്ലെങ്കിൽ 50% ഇത്രയും പെർസെന്റൈല് കിട്ടും എന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ഇപ്പൊ സ്റ്റുഡൻസിന് പലർക്കും മനസ്സിലാവാത്ത ഒരു കാര്യം ഈ റിലേറ്റീവ് ഗ്രേഡിങ്ങിന്റെ കൺസെപ്റ്റ് ആണ്. അത് നമ്മളിപ്പോ IITസിലാണെങ്കിലും ഒക്കെ റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ്. നമ്മൾ ചിലപ്പോൾ വളരെ ലോ സ്കോർ ആയിരിക്കും, പക്ഷെ നമുക്ക് ഗ്രേഡ് വരുമ്പോൾ ബെസ്റ്റ് വരും. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ 11th and 12th കുട്ടികൾക്ക് എസ്പെഷ്യലി, കാരണം അവരൊരു ബോർഡ് എക്സാം മൈൻഡ് സെറ്റിലാണ് വരുന്നത്. അത് വിട്ട് നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരുമ്പോൾ അവിടെ റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ്. നമ്മള് ബാക്കിയുള്ളവരെ വെച്ച് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ്, നമ്മുടെ ആബ്സല്യൂട്ട് പെർസെന്റേജ് അല്ല അവിടെ മാറ്റർ ചെയ്യുന്നത്. അത് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല, അത് മനസ്സിലായപ്പോഴാണ് ആദ്യത്തിന്റെ പ്രിപ്പറേഷൻ ലെവല് മാറിയത്. കോൺഫിഡൻസ് കൂടിയിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം മനസ്സിലാക്കിയപ്പോ. സംഭവം ഇപ്പൊ നമുക്ക് ടഫ് ആണെങ്കിൽ എല്ലാവർക്കും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായത് വളരെ ഒരു ഗുണം ചെയ്തു. പിന്നെ ആ ഒരു ടൈമില് ഇപ്പോ പ്രദീപ് സാറാണ് ഫിസിക്സ് എടുത്തത്. അപ്പോൾ എനിക്ക് ഫിസിക്സിലുള്ള ഒരു ഇൻട്രസ്റ്റ് വലിയ തോതിൽ കൂടാനുള്ള കാരണവും സാർ തന്നെയാണ്. കാരണം എനിക്ക് പണ്ടോടെ മാത്സ് ഇഷ്ടമായിരുന്നു. സാറിന്റെ ക്ലാസ്സസിൽ സാറ് എക്സ്ട്രാ കുറെ കാര്യങ്ങൾ പറയുമായിരുന്നു. അതായത് ഇപ്പോൾ ഇലക്ട്രോ ഡൈനാമിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിസം എന്നുള്ള ഒരു +2 ഫസ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, ആ ഒരു ബുക്ക് എടുക്കുന്ന സമയത്ത് സാർ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ പറയുമായിരുന്നു. സാർ ഓരോ ക്ലാസ്സിലും എക്സ്ട്രാ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചു പോകാനുള്ള ഓരോ വഴികളായിരുന്നു. സോ അത് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാർ പാർട്ടിക്കിൾ ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബുക്കൊക്കെയാണ് എനിക്ക് ഇനീഷ്യലി പാർട്ടിക്കിൾ ഫിസിക്സിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. സാറിന് ഞാൻ താങ്ക് ചെയ്യുന്ന ഈ ഒരു മൊമെന്റിൽ. പിന്നെ കെമിസ്ട്രിയില് ഓർഗാനിക് കെമിസ്ട്രി വളരെ ടഫായിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ ടഫായിട്ടുള്ളൊരു പോർഷനാണ്. അപ്പോൾ രാധാകൃഷ്ണൻ സാറായിരുന്നു ലെക്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ സാറ് ഒരിക്കൽ ക്ലാസ്സിൽ ഇങ്ങനെ പറയുണ്ടായി, ഇപ്പോൾ ഒരു നെയിംഡ് റിയാക്ഷൻ കിട്ടണമെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആയിട്ട് റിസർച്ചർ മാസങ്ങളോളം ആ ഒരു എന്താ പറയുക ലാബിൽ വർക്ക് ചെയ്യണം. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഈ കാര്യങ്ങൾ. യൂറിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആളുടെ സ്മെല്ല് അടക്കം വളരെ മോശമായിട്ട് മാറുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇത്രയും എൻഡ്യൂർ ചെയ്തിട്ടാണ് ഒരു നെയിം റിയാക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ആൾ അത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ട്. നമുക്ക് ആകെ ആ ഒരു നെയിം റിയാക്ഷൻ പഠിച്ചാൽ മാത്രം മതി എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ആൾ തമാശ രീതിയിലാണത് പറഞ്ഞെങ്കിലും അതെനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഇങ്ങനെ വളരെ ചെറുതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ കുറേ എന്നെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മോട്ടിവേറ്റ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു വെച്ചാൽ, അതായത് എനിക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. പിന്നെ ടീച്ചിങ് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പഠിപ്പിച്ചത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയത് കൊണ്ട് എനിക്ക് അത് കുറച്ചുകൂടി എൻജോയബിൾ ആയിട്ട് തോന്നി. 21 എങ്ങനെ ജനുവരി അറ്റംപ്റ്റും ഇതുമായിരുന്നു? അതെ, 4 അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. 4 അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു, കോവിഡ് ആയതുകൊണ്ട്. അതെ അതെ. അപ്പം ഏത് അറ്റംപ്റ്റിലാണ് 99 ക്രോസ് ചെയ്തത്? അത് വന്നിട്ട് സെക്കൻഡ് അറ്റംപ്റ്റിലാണ് ക്രോസ് ചെയ്തത്. തേർഡ് അറ്റംപ്റ്റിലും കുറച്ച് ഒരു പെർസെന്റേജ് 0.0 ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായി. അപ്പോ ഇതില് നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ റിമെമ്പർ ചെയ്യുന്നു, എനിക്ക് കിട്ടിയ സ്കോർ 186 ആയിരുന്നു. അതിലൊരു 98.8% മറ്റേ ഉള്ളൂ. സെക്കൻഡ് അറ്റംപ്റ്റിൽ എനിക്ക് 185 മാർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതില് 99 ക്രോസ്. അതിന്റെ അടുത്തുള്ള അറ്റംപ്റ്റിൽ ഇതിനേക്കാൾ ഒരു സ്കോർ കമ്മിയായിട്ടാണ് കിട്ടിയത്. പക്ഷെ പേഴ്സണലി കുറച്ചുകൂടി കൂടി. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പേപ്പർ ടഫ് ആണെങ്കിൽ കൂടിയിട്ട് ആ ഒരു കോൺഫിഡൻസ് പോകാതിരിക്കുക. അതായത് നമ്മൾ 3 മണിക്കൂർ ടൈമാണ്. ആ ഒരു ടൈമിൽ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചിലപ്പോൾ മോശമായിട്ട് വരാം, ഇല്ലെങ്കിൽ ടഫായിട്ട് തോന്നാം. അത് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന്
അഫക്റ്റ് ചെയ്യും. ആ ഒരു മൊമെന്റിൽ നമുക്ക് എത്രത്തോളം മൈൻഡ്ഫുൾ ആകാൻ പറ്റും, എത്രത്തോളം ഓക്കെ ഈ ഒരു ക്വസ്റ്റനിൽ പോയിട്ടുള്ളൂ, നമുക്ക് അടുത്ത നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം ഒരു നമ്മൾ പ്രാക്ടീസിലൂടെയാണ് വരുന്നത്. എനിക്ക് ഇപ്പോൾ മോക്ക് ടെസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു 10-15 മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റത്തെ കുറച്ച് മോക്ക് ടെസ്റ്റ് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു വെച്ചാൽ 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കണം നമ്മൾ. അതെ ആ ഒരു ടൈമിൽ ഫോണായിരുന്നു. അപ്പോൾ ഇരുന്ന് ചെയ്യണം. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് ഓക്കെ ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ നമ്മൾ ടോപ്പിക് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇറ്റ്സ് എ ലോട്ട് ഓഫ് മെന്റൽ എഫേർട്ട്. അപ്പോൾ അത് ഒരു ഹാബിറ്റായി മാറി എന്ന് വെച്ചാൽ നമുക്ക് അത് അത്ര ഒരു പ്രയാസമായിട്ട് തോന്നില്ല. ഇപ്പം ഞാൻ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്തിട്ട് മുമ്പ് അപ്പോൾ കണ്ടിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാറില്ല. നേരെ മറിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പഠിക്കും. നേരെ മറിച്ച് ആ ഒരു അറ്റൻഡ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് വന്നു എന്ന് വെച്ചാൽ നമുക്ക് കുറെ കൂടി എളുപ്പമാണ് കാര്യങ്ങൾ. നമ്മൾ ശരിക്കും ആ ഒരു കണ്ടീഷൻ സിമുലേറ്റ് ചെയ്യാന്ന് പറയും. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഒരു ക്വസ്റ്റ്യൻ നോക്കി അതെങ്ങനെ ചെയ്യാ അത് മറന്നുപോകും. പക്ഷെ നമ്മൾ ആ പുട്ട് യുവർ സെൽഫ് ത്രൂ ദാറ്റ് എക്സ്പീരിയൻസ് അത് പിന്നെ നമുക്ക് റികളക്ട് ചെയ്യാനും ചെയ്യാനുമായിട്ട് പറ്റും. ഇനി കമ്മിങ് ടു ദ നെക്സ്റ്റ് സെഗ്മെന്റ്, നമുക്ക് TIFR പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പം ആദ്യത്തെ ഇപ്പം റീസെന്റ് TIFR ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ BTech പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് ആൻഡ് ഹി ഈസ് ലുക്കിംഗ് ടു join TIFR as a research fellow. അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്, ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഏറ്റവും പ്രസ്റ്റീജിയസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ദ കൺട്രി. അപ്പോൾ TIFR ആ ഒരു എക്സ്പീരിയൻസും എങ്ങനെയാണ് ഈ ഒരു ഇത് ലാൻഡ് ചെയ്തത്, അവിടുത്തെ ആ ഒരു കൾച്ചറും റിസർച്ച് കൾച്ചറും ഒക്കെ എങ്ങനെയാണ് ആദ്യത്തിനെ സ്വാധീനിച്ചത്? ഓക്കെ, അപ്പോൾ TIFR കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് എൻ്റെ IIT റൂർക്കിയിലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഫസർ വിപുൽ രസ്തോഗി സാറിനെ കുറിച്ച് പറയണം. സാറാണ് അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾക്ക് ഇലക്ട്രോ ഡൈനാമിക്സ് എന്നുള്ളൊരു കോഴ്സ് ഉണ്ടായിരുന്നു. സാറാണ് ആ കോഴ്സ് എടുത്തത്. അപ്പോൾ ആ ഒരു കോഴ്സ് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ സാർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം സാറുമായിട്ടപ്പോൾ ഞാൻ ടച്ച് ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ സാറിൻ്റെ അണ്ടറിൽ റീഡിങ് പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു സമ്മർ വെക്കേഷനിൽ ഞാൻ റിസർച്ച് ഇൻറ്റേൺഷിപ്പിന് അപേക്ഷിച്ച് കുറേ ഇവിടെ കിട്ടിയില്ല. സാർ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ചോദിച്ചു ആദ്യത്തെ എന്താ സമ്മർ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയില്ല സാർ, ഞാൻ IIT റൂർക്കിയിൽ തന്നെ ചിലപ്പോൾ ചെയ്യുമായിരിക്കുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു TIFR ഇന്ന മാതിരി ഒരു പ്രൊഫസർ ഉണ്ട്, എനിക്കറിയുന്ന ആളാണ്, ആൾക്കൊന്ന് ഇമെയിൽ അയച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഇമെയിൽ ചെയ്ത ഉടനെ ആൾ എന്നെ കോൾ ചെയ്തു, നമ്പർ ചോദിച്ച് കോൾ ചെയ്തു. സാർ ഇന്ന മാതിരി ലോങ് ടേം ആയിട്ടുള്ളൊരു കാര്യമാണ് നോക്കുന്നത്, BTech പ്രൊജക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു TIFR. അപ്പോൾ അങ്ങനെയാണ് TIFR എത്തുന്നതും. TIFR ആക്ച്വലി IIT ബീങ് IIT നമുക്ക് മെജോറിറ്റി പ്ലേസ്മെന്റ് സീക്ക് ചെയ്യുന്ന ഒരു പോപ്പുലേഷനാണ് കാണാൻ പറ്റുക. അപ്പോൾ എൻ്റെ ബ്രാഞ്ചിലായാലും ശരി കൂടുതൽ പേരും പ്ലേസ്മെന്റിന്റെ ഒരു സൈഡിലേക്ക് തിരിയുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും ഞാൻ പ്ലേസ്മെന്റിന് ഇരുന്നിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത്ര ഒരു എഫക്റ്റീവായിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. സോ എനിക്കൊരു എപ്പോഴും ഒരു ഗിൽറ്റ് ഫീൽ ഉണ്ടായിരുന്നു, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ, അതായത് എല്ലാവരും ഇത് ചെയ്യുന്നു, ഞാനിത് ചെയ്യണോ വേണ്ടയോ. പക്ഷെ TIFR എത്തിയതിനു ശേഷമാണ് ആ ഒരു ഗിൽറ്റ് ഫീലിംഗിനൊരു റിക്കവറി ഉണ്ടായത്. കാരണം അവിടെ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരെ കണ്ടു. അപ്പോൾ എനിക്ക് പറ്റിയൊരു പിയർ ഗ്രൂപ്പിന് എനിക്ക് അവിടെ കിട്ടി. വളരെ കാമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. അതിലുപരി വളരെ നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ എൻ്റെ പ്രൊഫസർ വന്നിട്ട് വളരെ എന്തൂസിയാസമുള്ള ഒരാളാണ്. അപ്പോൾ ആള് അടുത്ത വർഷം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം പിരിയാൻ പോകണം, പക്ഷെ നമുക്ക് തോന്നുന്നില്ല ആള് അടുത്ത വർഷം പിരിയാൻ പോകുന്ന ഒരു വ്യക്തിയാണെന്ന്. വളരെ കണ്ടീജിയസ് ആയിട്ടുള്ള എന്താ പറയുക എന്തൂസിയാസമുള്ളൊരു മനുഷ്യനാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഡംബാണെന്ന് തോന്നിക്കാതെ നമുക്ക് കാണിച്ചു തരാനുള്ള ഒരു കഴിവ് സാറിനുണ്ട്. അപ്പോൾ സാറ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് അണ്ടർസ്റ്റാൻഡിങ് കുറച്ച് കുറവുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഫസി ആയിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മാത്രമല്ല എൻ്റെ എക്സ്പെരിമെൻ്റൽ പ്രൊജക്റ്റ് ആയിരുന്നു. എൻ്റെ പ്രൊജക്റ്റ് വന്നിട്ട് ഇൻറ്റൻസ് ലേസർ മാറ്റർ ഇൻട്രാക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ലേസർ പൾസ് യൂസ് ചെയ്തിട്ട് ടാർഗറ്റിനെ ഹിറ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്ന പ്ലാസ്മ സ്റ്റഡി ചെയ്യലാണ്. അപ്പോൾ എൻ്റെ പ്രൊഫസറിൻ്റെ പേര് G. രവീന്ദ്രകുമാർ എന്നാണ്. അപ്പോൾ ആളാണ് ഈ ഒരു ഫീൽഡ് പയനിയർ ചെയ്തത്. അപ്പോൾ ഇന്ത്യയിലല്ല ലോകത്തിൽ തന്നെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ലേസർ വൺ ഓഫ് ദ
എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് വേറൊരു കൺസേൺ അഡ്രസ് ചെയ്യാനുള്ളത്, പ്രത്യേകിച്ച് ഇപ്പോൾ ജോസയുടെ ടൈമാണ്, അലൊക്കേഷൻ്റെ ഒക്കെ ടൈമാണ്. അപ്പം നമ്മളിങ്ങനത്തെ ബ്രാഞ്ച് ചൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബിയോണ്ട് റിസർച്ച് വേറെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ്, ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ട് വേറെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ആദിത്യൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഏതൊക്കെ രീതിയിലാണ് പോയിട്ടുള്ളത്? ഓക്കെ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ ഇമീഡിയറ്റ് സർക്കിൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് റിസർച്ച് ഏരിയയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞത് ബിയോണ്ട് ഇപ്പോൾ ഒരു ഫിനാൻസിലേക്ക് പോവുക, അതല്ലാതെ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇപ്പോൾ ഈ ഇലക്ട്രിക്കൽ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? ഓക്കെ, ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടെക്സാസ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഞങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന ഒരു കോർ കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. ഫിസിക്സിൽ കോർ കമ്പനീസ് ഇല്ല സാധാരണയായിട്ട്. ഈയിടെ ആറ്റംബർഗ് എന്ന് പറയുന്ന ഒരു കമ്പനി എംബഡിങ് എന്നുള്ള ആ ഒരു പൊസിഷനിലേക്ക് EPH എന്നുള്ളൊരു ബ്രാഞ്ചിന് മാത്രമായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് ഒരു ടെക്സാസ് ഇൻസ്ട്രുമെന്റ്സ് ആണ് കോർ കമ്പനി നമുക്കായിട്ട് ഓപ്പൺ ചെയ്യണമെന്ന് അറിയാം. അപ്പോൾ മെയിനായിട്ട് അത് പക്ഷേ ഇലക്ട്രിക്കലിനും ഇലക്ട്രോണിക്സിനും എല്ലാത്തിനും ഓപ്പൺ ചെയ്യും. പിന്നെ ഇപ്പം എൻ്റെ ബ്രാഞ്ചിൽ എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് പേർക്ക് സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ഉണ്ട്. അതായത് ഹൈഡ്രജൻ ഫ്യൂൽ സെല്ലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. പിന്നെ വന്നിട്ട് സ്പിൻട്രോണിക്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് പോകുന്ന, ഇതെല്ലാം ആപ്ലിക്കേഷൻ ആണ്. അതായത് ഡിവൈസ് ഫാബ്രിക്കേഷൻ എന്നുള്ളൊരു റേഞ്ചിലേക്ക് വരുന്ന തരത്തിലുള്ള റിസർച്ച് ആണ്, ആപ്ലിക്കേഷൻ ആയിട്ടാണ്. പിന്നെ വന്നിട്ട് IIT-യിൽ ഇൻ ജനറൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു AI-ന്റെ ഒരു വേവ് ഉള്ളത് കൊണ്ട് കൂടുതൽ 60% ഓഫ് പ്ലേസ്മെന്റ്സും ഡാറ്റ സയന്റിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലേക്കാണ് പോയിട്ടുള്ളത്. ഞങ്ങളുടെ ഒരു 2 വർഷം മുമ്പ് വരെയൊക്കെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു ഇതായിരുന്നു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. അതെ അതെ അതെ, നമ്മള് ജനറലി IIT-യിൽ കണ്ടിട്ടുള്ള ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറിൽ ഇവർ എക്സ്പ്ലോർ ചെയ്യും എന്താണ് അവർക്ക് താല്പര്യം എന്ന്. കാരണം ഈ ഒരു JEE-യുടെ പീരീഡിൽ JEE മാത്രം അല്ലെങ്കിൽ IIT-യിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ് കുട്ടികളുടെ ഉള്ളിൽ പൊതുവെ കണ്ടിട്ടുള്ളൂ. ചിലവർക്ക് പ്ലാൻസ് ഉണ്ടാകും, അത് സ്പെഷ്യൽ കേസാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇൻ ജനറൽ കണ്ടുള്ള ഒരു കാര്യം ഫസ്റ്റ് ഇയർ എക്സ്പ്ലോർ ചെയ്യും എന്താ വേണ്ടത്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകണോ, അതോ ഡാറ്റ സയൻറ്റിസ്റ്റ് ആകണോ, പ്രൊഡക്റ്റ് മാനേജർ ആകണോ, അല്ലെങ്കിൽ ഇപ്പോൾ റിസർച്ചിന് പോകണോ, അല്ലെങ്കിൽ അക്കാഡമിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോ, ആ ഒരു രീതിയിൽ എക്സ്പ്ലോർ ചെയ്യും. സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങണോ, അപ്പോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഫേസാണ്. ഫസ്റ്റ് ഇയർ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇവർ ചൂസ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സെക്കൻഡ് ഇയറിൽ ഫുള്ളായിട്ട് വർക്ക് ഓൺ ചെയ്യും. അത് കഴിഞ്ഞ് തേർഡ് ഇയറിൽ ഇന്റേൺ സീസണാണ്, ബേസിക്കലി തേർഡ് ഇയർ വെക്കേഷനിലാണ് ഇന്റേൺ വരിക. അപ്പോൾ തേർഡ് ഇയറിൽ ഈ ഇന്റേണിന് വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യും. ഫോർത്ത് ഇയറിൽ പിന്നെ പ്ലേസ്മെന്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ കുട്ടികൾ എങ്കിലും അക്കാഡമിക്സിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇപ്പോൾ EPH-ലായാലും ശരി ഏത് ബ്രാഞ്ചസിലായാലും ശരി, ഇപ്പോൾ ആൾക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ആഗ്രഹമെങ്കിൽ ആ ഒരു സൈഡിലേക്ക് ഫുൾ എഫേർട്ട് കൊടുക്കാറുണ്ട്, കോഡിങ് ചെയ്യാറുണ്ട്. ഡാറ്റ സയന്റിസ്റ്റ് ആണ് ആകണമെന്ന് ആഗ്രഹമെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് കോഴ്സസ് ചെയ്തിട്ട് ആ ഒരു സൈഡിലേക്ക് ഉപരി ഇവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ആയിട്ട് പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ പ്രൊജക്ട് അതെ. ഇപ്പോൾ IIT-യിൽ ഏതൊരു സീറ്റും എല്ലാ സീറ്റിനും നമുക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം ഈക്വൽ വാല്യൂ ആണ്. പക്ഷെ ചില കമ്പനീസ് മാത്രം ഈ ഒരു ബ്രാഞ്ച് വൈസ് സ്ക്രീനിങ് നടത്താറുണ്ട്. പക്ഷെ ഇപ്പോൾ വലിയ കമ്പനീസ് ആയിട്ടുള്ള ഗൂഗിൾ ആയാലും ശരി മൈക്രോസോഫ്റ്റ് ആയാലും ഇവർ ബ്രാഞ്ചിന്റെ രീതിയിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ചെയ്യാറില്ല. നേരെ മറിച്ച് എല്ലാവർക്കും ഓപ്പൺ ആയിരിക്കും. കോമൺ ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുക, കോമൺ ഇന്റർവ്യൂ, ആ ഒരു രീതിയിലാണ്. ഇപ്പോൾ പ്ലേസ്മെന്റ് മാത്രം നോക്കുന്ന ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ IIT-യിൽ ഏത് സീറ്റും ചൂസ് ചെയ്യാവുന്നതാണ്. നേരെ മറിച്ച് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് എനിക്ക് ഇന്ന സബ്ജക്റ്റ് പഠിക്കണം എന്നുള്ള ഇതാണെങ്കിൽ അത് ചൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പിന്നെ ജോസിയുടെ സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ മിസ്റ്റേക്ക് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് തിയറി ആയിരുന്നു കൂടുതൽ ഇഷ്ടം, പക്ഷെ ഞാൻ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ ആ ഒരു ടൈമിൽ 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നടന്ന IISc-യുടെ ആയിരുന്നു. എനിക്ക് JEE മെയിൻസിൽ അത്യാവശ്യം ഈ ഒരു പേഴ്സണൽ ഉള്ളത് കൊണ്ട് IISc-യിൽ കിട്ടുമായിരുന്നു. അത് BS/MS ഫിസിക്സ് 5-year പ്രോഗ്രാം, BS ഫിസിക്സ്. പക്ഷെ IISc-യുടെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് 1.5 year, അതായത് 3 സെമസ്റ്റർ കോമൺ ആയിട്ടുള്ള, അത് കഴിഞ്ഞിട്ടാണ് സ്പെഷ്യലൈസേഷൻ വരുന്നത്. അപ്പോൾ
അതുകൊണ്ട് അതിനോടൊരു വിമുഖത ഉണ്ടായിരുന്നു, ബയോളജി ലൈഫ് സയൻസസ് ഒക്കെ പഠിക്കണം അതുകൊണ്ടാണ്? അങ്ങനെയല്ല, നേരെ മറിച്ച് എനിക്ക് അറിയില്ല, എനിക്ക് ഫിസിക്സിലുള്ള ഇൻട്രസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് അത്ര ക്ലിയർ ആയിരുന്നില്ല. പിന്നെ ഒരു അൺഡിസൈഡഡ് അതുകൊണ്ട് ഒരു എഞ്ചിനീയറിംഗ് ഫിസിക്സ്, പക്ഷെ അതൊരു അങ്ങനെ നോക്കുമ്പോൾ അതൊരു മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. കാരണം അൾട്ടിമേറ്റ്ലി ലാൻഡഡ് ഗോയിങ് ടു AFR. സോ അതൊരു ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് അത് അങ്ങനെയല്ല. പക്ഷെ ഞാൻ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ചൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ സീനിയേഴ്സ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ സീനിയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാൻ നോക്കുക, ആ ഒരു ബ്രാഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു, അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു നോക്കുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ റാങ്കുകൾ നമ്മൾ എത്തിപ്പെടുന്നത്. ഏറ്റവും അവസാനം എനിക്ക് ആക്ച്വലി സെക്കൻഡ് ഇയറിൽ അത്യാവശ്യം റിഗ്രറ്റ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഞാൻ ആ ഒരു കാര്യം കളഞ്ഞല്ലോ, അല്ലെങ്കിൽ എനിക്കത് കയ്യിൽ കിട്ടിയൊരു കാര്യം ഞാൻ ഒഴിവാക്കിയിട്ട് IIT-യിലേക്ക് വന്നല്ലോ എന്നുള്ളൊരു റിഗ്രറ്റ് ചെറുതായിട്ടുണ്ടായിരുന്നു. പറയുന്നത് BS ആദ്യത്തിന് IIT കാൺപൂരിൽ BS ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല IISc ബാംഗ്ലൂരിലും BS ഫിസിക്സ് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. കുറെ കൂടെ തിയറിറ്റിക്കൽ ഇതായിരുന്നു താല്പര്യം എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം അത് നമുക്ക് TFR-ൽ ചെന്നിട്ട് അല്ലേ. പിന്നെ ഒരു ബ്രാഞ്ചിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. കാരണം നമ്മൾ 4 years പഠിക്കാനുള്ള ഒരു ബ്രാഞ്ചാണ്. സോ അതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് അറിഞ്ഞു വെക്കുക. സോ ഐ തിങ്ക് വി ഹാവ് ടച്ച്ഡ് അപ്പ് ഓൺ മോസ്റ്റ് ഓഫ് ദി പോയിന്റ്സ് അല്ലേ. സോ എന്താണ് ഒരു വേർഡ് ഓഫ് അഡ്വൈസ് ഫോർ ഫ്യൂച്ചർ ആസ്പിറൻസ്? അത് ഇൻ ടേംസ് ഓഫ് JEE പ്രിപ്പറേഷൻ ഇതിലാവാം, പ്ലസ് അല്ലെങ്കിൽ നമ്മളൊരു ബ്രാഞ്ച് സെലക്ഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾ അത് ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു. ഒരു ആസ്പിറൻസിനുള്ളൊരു ഫ്യൂച്ചർ ആസ്പിറൻസിനുള്ള അഡ്വൈസ് എന്താണ് ആദ്യത്തിന് കൊടുക്കാൻ? ഫ്യൂച്ചർ ആസ്പിറൻസിനുള്ള എൻ്റെ അഡ്വൈസ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഇപ്പോൾ JEE ഉള്ളത് കൊണ്ട് നമുക്ക് ആ മോട്ടിവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നീറ്റ് ഉള്ളത് കൊണ്ട് ആ ഒരു മോട്ടിവേഷൻ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നേരെ മറിച്ച് നമ്മളെ എല്ലാ ടൈമിലും ഇല്ലെങ്കിൽ എല്ലാ കാലത്തും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ഹാബിറ്റ്സ് ആയിരിക്കും. സോ നല്ലൊരു ഹാബിറ്റ് ഉണ്ടാക്കുക. അതായത് ഇപ്പോൾ ഇങ്ങനെ പറയുന്നില്ല, ഇപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേക്കൂ, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു ഹാബിറ്റ് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ ഇന്ന കാര്യത്തിനെ കുറിച്ച്, ഈ ഒരു പുതിയൊരു കാര്യത്തിനെ കുറിച്ച് പഠിക്കും എന്ന് വിചാരിക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ആണെങ്കിലും ശരി, ഞാൻ ഇന്ന കാര്യത്തിൽ വർക്ക് ചെയ്യും. ആ ഒരു രീതിയിൽ നല്ലൊരു ഹാബിറ്റ് ഉണ്ടാക്കുക, ചിന്തിക്കുക. നമ്മൾ മെമ്മറൈസ് ചെയ്യുന്ന ഫ്രണ്ട്സിനെയും കുട്ടികളെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് പൊതുവെ പറ്റാറെന്ന് വെച്ചാൽ, നമ്മൾ കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് പുതിയ അതേ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇത് ഏതൊക്കെ രീതിയിൽ ചോദിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു ആർജവം ഉണ്ടാക്കിയെടുക്കുക. കോവിഡിൻ്റെ ആ ഒരു ഫസ്റ്റ് ക്ലാസ്സസിൽ എനിക്ക് പണ്ട് ഒരു ക്രൗഡിന് മുന്നിൽ വെച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. നേരെ മറിച്ച് ആ ഒരു ഓൺലൈൻ ക്ലാസ്സസിൻ്റെ സമയത്ത് ഞാൻ ആരാണെന്ന് ആർക്കും അറിയുന്നില്ല. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ഓക്വേർഡ് ഫീലിംഗ് ഇല്ല. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അറിയുന്ന കാര്യമാണോ അറിയാത്ത കാര്യമാണോ എന്നുള്ളൊരു ആ ഒരു സിറ്റുവേഷൻ ഇല്ല. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് ഓൺലൈനായിട്ട് ചോദിക്കാൻ പറ്റി. ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുക. ഇപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിലും ശരി, അല്ലെങ്കിൽ അറിയാത്ത കാര്യമാണെങ്കിലും ശരി, നമ്മൾ എപ്പോഴും ചെറുതായി പോകുന്നില്ല. ചിലപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം ചിലപ്പോൾ അടുത്ത JEE അഡ്വാൻസിന് ഉള്ളൊരു ക്വസ്റ്റ്യൻ വരിക, പറയാൻ പറ്റില്ല. മെയിനായിട്ട് ആസ്പിറൻസിനോട് പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം ഫൈൻഡ് യുവർ മോട്ടിവേഷൻ. അത് ഇപ്പോൾ ആദ്യത്തിൻ്റെ കേസിൽ അതൊരു ജെനുവിൻ പാഷൻ ഫോർ ഫിസിക്സ് ആയിരുന്നു, ആൻഡ് ദാറ്റ് കെപ്റ്റ് ഹിം ഗോയിങ്. അപ്പോൾ അതുപോലെ നമുക്കൊരു മോട്ടിവേഷൻ വേണം. അത് ചിലപ്പോൾ ഇറ്റ് മൈറ്റ് നോട്ട് ബി ലൈക്ക് ദിസ്. ചിലപ്പോൾ അത് ജസ്റ്റ് ഒരു ഡ്രീം കോളേജ് അല്ലെങ്കിൽ ഒരു IIT-യിൽ കയറാനുള്ള ഒരു ambition ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് മൈറ്റ് ബി റിലേറ്റഡ് ടു സം പേഴ്സണൽ ഇത്. ബട്ട് യു ഷുഡ് ഫൈൻഡ് യുവർ മോട്ടിവേഷൻ. ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ്, നമ്മൾ ഒരിക്കലും മെമ്മറൈസ് ചെയ്യാൻ നോക്കരുത്. അല്ലാതെ ഒരു കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ നോക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കണ്ടാൽ ഇറ്റ്സ് ജസ്റ്റ് പാറ്റേൺ റെക്കഗ്നിഷൻ. പക്ഷെ അങ്ങനെ നമ്മൾ പോയാൽ നമുക്ക് IIT JEE അല്ലെങ്കിൽ JEE അഡ്വാൻസ്ഡ് പോലത്തെ എക്സാംസിൽ ആക്ച്വലി JEE-ല് വളരെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ JEE മെയിൻസിൽ പോലും നമുക്ക് റിപ്പീറ്റീവ് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വളരെ കൂടുതൽ ഇല്ലെങ്കിൽ കൂടിയിട്ട് അത്യാവശ്യം വരാറുണ്ട്. പക്ഷെ JEE അഡ്വാൻസ്ഡിൽ എല്ലായ്പ്പോഴും ക്വസ്റ്റ്യൻ്റെ രീതി ഡിഫറെൻ്റ് ആണ്.
ക്വസ്റ്റ്യൻസ് പുതിയതായിരിക്കും. എനിക്ക് ജെ അഡ്വാൻസ്ഡ് എക്സാമിന്റെ ടൈമിൽ പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, അതായത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കിയില്ല, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ വൃത്തിയായിട്ട് ഇൻസ്ട്രക്ഷൻസ് വൃത്തിയായിട്ട് വായിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് പേപ്പർ അത്ര വൃത്തിയായിട്ട് പോയില്ല. ജെ അഡ്വാൻസ് എവറി ടൈം ദേ ഇൻട്രൊഡ്യൂസ് ന്യൂ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് വൃത്തിയായിട്ട് വായിച്ച് ആ ക്വസ്റ്റ്യൻ പേപ്പറിന് മനസ്സിലാക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, ഓക്കെ ഇന്ന ക്വസ്റ്റ്യൻ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ. പിന്നെ ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ എല്ലാ ക്വസ്റ്റ്യനും ഇരുന്ന് ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നില്ല എന്ന് വെച്ചിട്ടാണ് എനിക്ക് ലാസ്റ്റ് വരെ എത്താൻ പറ്റിയില്ല. അതായത് ലാസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ചെയ്യാൻ പറ്റുമില്ലെന്ന് കൂടി അറിയാൻ പറ്റിയില്ല. അപ്പോൾ സ്കിപ്പ് ത്രൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം നമുക്ക് അറ്റ് വൺ ഗ്ലാൻസ് ലൈക്ക് വി ഫീൽ ലൈക്ക് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ ചെയ്ത് വരുന്ന സമയത്തായിരിക്കും മനസ്സിലാകുക ഓക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ആ ഒരു എബിലിറ്റി ഉണ്ടാകും. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമുക്കൊരു പേപ്പർ ആദ്യമേ സ്കാൻ ചെയ്ത് എടുക്കേണ്ട ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം പോകും. അപ്പം ഇത് തന്നെയാണ് നമുക്ക് റീഎംഫസൈസ് ചെയ്യാനുള്ളത്. നമ്മളൊരിക്കലും ഒരു പാറ്റേൺ റെക്കഗ്നിഷൻ പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ട് നമുക്കത് അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരിക്കലും ജെ അഡ്വാൻസ്ഡ് പോലത്തെ എക്സാംസിൽ വരില്ല. അതിന് നമ്മൾ കൺസെപ്റ്റ് ബിൽഡ് ചെയ്യണം. കാരണം അത് ദേ ട്രൈ ടു ഷഫിൾ. ഈവൻ പേപ്പറിന്റെ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യില്ല. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരെ MCQs മാറും. അങ്ങനത്തെ ഒരു എക്സാമാണ് അത്. നമ്മളെ ശരിക്കും ആ ഒരു അൺസെറ്റിൽ ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു ഇതിൽ അവരങ്ങനെ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരു എക്സാമിന് നമ്മൾ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പഠിച്ച് പോയത് കൊണ്ട് നമുക്കൊരിക്കലും അങ്ങനത്തെ ഒരു എക്സാമിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റില്ല. So thank you, Adit, for coming here and sharing your valuable insights to the students. I hope you have a very fruitful research career. And in the journey, let it start from TIFR. So once again, thank you for joining. Thank you.